ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിൽ കൊണ്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ടേസ്റ്റാണ്, അതുപോലെ തന്നെ വളരെ എളുപ്പവുമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അവൽ പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഇതുപോലത്തെ അവിലാണ് എടുത്തിട്ടുള്ളത്. ബ്രൗൺ നിറത്തിലുള്ള അവിലാണിത്. പിന്നെ 4 ശർക്കരയും 4 പാലും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കി വെക്കാം. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള അവൽ ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അവൽ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച പാൽ മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഞാൻ 4 പാലേ എടുത്തിട്ടുള്ളൂ. ഒരു 1/2 ലിറ്റർ പാലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി പായസം ലൂസായിരിക്കും. അതുപോലെ തന്നെ പായസത്തിൻ്റെ കളർ കുറച്ച് വൈറ്റ് ആയിട്ട് മാറുകയും ചെയ്യും. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അവലൊക്കെ ഒന്ന് കുറുകി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒന്ന് ചൂട് മാറിയതിന് ശേഷം ഒഴിക്കുന്നതാണ് നല്ലത്, അതല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് തിളക്കട്ടെ. നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. മധുരത്തിൻ്റെ അളവൊന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി 1 സ്പൂൺ ഏലക്കായ ജീരകം കൂടി പൊടിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടുപ്പിൽ നിന്ന് മാറ്റി ഇറക്കി വയ്ക്കാം. ഇനി വേറൊരു പാൻ ചൂടാവുമ്പോൾ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ അവിൽ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും വരാം. ബൈ.